എല്ലാ കൂട്ടുകാർക്കും 5ാം ക്ലാസ്സിൻ്റെ ഇന്നത്തെ വിക്ടേഴ്സ് വർക്ക്ഷീറ്റിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നിങ്ങൾക്ക് ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രമായിരുന്നു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്ന ഒരു ലായകമാണ് ജലം. അതുകൊണ്ട് തന്നെ ജലത്തെ സാർവിക ലായകം എന്ന് പറയുന്നു. വാട്ടർ ഈസ് എ സോൾവെൻറ്റ് വിച്ച് ഡിസോൾവ്സ് എ ലാർജ് നമ്പർ ഓഫ് സബ്സ്റ്റൻസസ്, ഹെൻസ് വാട്ടർ ഈസ് കോൾഡ് ദ യൂണിവേഴ്സൽ സോൾവെൻറ്റ്. നമ്മൾ ജലത്തിൽ പഞ്ചസാര ഇട്ടാലും ഉപ്പിട്ടാലും ശർക്കര ഇട്ടാലും എന്നിട്ടാലും വെള്ളത്തിൽ ലയിക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് പലപ്പോഴും അനുഭവമുണ്ടാകും അല്ലേ? അതുകൊണ്ട് തന്നെ കൂടുതൽ വസ്തുക്കൾ ലയിക്കുന്നത് ജലത്തിലാണ്. അപ്പോൾ ജലത്തെ നമ്മൾ സാർവിക ലായകം, യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്ന് വിളിക്കുന്നു. പിന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് ജലവിധാനം അല്ലെ, വാട്ടർ ലെവൽ. ജലവിധാനം എന്നാൽ വാട്ടർ ലെവൽ. ചിത്രത്തിലേതുപോലുള്ള ഒരു സംവിധാനം നിർമ്മിച്ചു നോക്കൂ. 2 പ്ലാസ്റ്റിക് കുപ്പികൾ ഒരേ വലുപ്പത്തിൽ മുറിച്ചെടുക്കും. അവയുടെ അടിഭാഗത്ത് ഓരോ ദ്വാരം ഇടണം. ഇതാണ് ഇവിടെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ? Make an arrangement as shown in the figure. Cut 2 plastic bottles into equal size. Put a hole at the base of each of the bottles. ഒരു മേഴ്സൽ പൈപ്പ് ദ്വാരത്തിൽ കടത്തിയ ശേഷം ചോർച്ചയില്ലാതെ പശ കൊണ്ട് അടയ്ക്കുക. ഒരു കുപ്പിയിൽ നിറയെ വെള്ളം ഒഴിച്ച് നോക്കൂ. നിങ്ങളുടെ നിരീക്ഷണം എന്താണ്? 2 കുപ്പികളിലും ജലവിധാനം തുല്യമാകുന്നില്ലേ? ജലവിധാനം എന്നാൽ വാട്ടർ ലെവൽ. ഒരു കുപ്പിയിൽ നിന്ന് അല്പം വെള്ളം നീക്കം ചെയ്യൂ, അതായത് എടുത്തു മാറ്റൂ. മറ്റേ കുപ്പിയിലെ ജലനിരപ്പിന് മാറ്റം വരുന്നുണ്ടോ? ഉണ്ട്. ഒരു കുപ്പിയിൽ കുറച്ച് മണൽ ഇടുമ്പോൾ ജലവിധാനത്തിന് എന്ത് മാറ്റമാണ് കാണുന്നത്? നോക്കൂ. ഇനി മണൽ അല്പമായി സ്പൂൺ ഉപയോഗിച്ച് കോരിയെടുത്ത് നോക്കൂ. ജലവിധാനത്തിലുള്ള മാറ്റം നിരീക്ഷിക്കൂ. ജലവിധാനം താഴുന്നില്ലേ? Insert the ends of the mason pipe into each of the holes, closing them without leakage using another device. Add water to fill 1 bottle completely. What do you observe? Are the water levels in the 2 bottles the same? Remove some water from the 1 bottle. Does the water level of the other bottle change now? What is the change observed in the level of water when some sand is put into 1 bottle? Now remove the sand in small quantities using a spoon. Observe the change in water level. Does the water level fall? കൂട്ടുകാരി, അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു പരീക്ഷണം ചെയ്ത് നോക്കണം കേട്ടോ. പരീക്ഷണം ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാനും വളരെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ബോട്ടിൽസ് ഉണ്ടാവില്ലേ? പ്ലാസ്റ്റിക് ബോട്ടിലായാലും മതി. അതെടുത്തിട്ട് നിങ്ങൾ ഒരേപോലെ കട്ട് ചെയ്യുക. ഒരേപോലെ കട്ട് ചെയ്ത് ഒരേപോലെ വെള്ളം നിറയ്ക്കുക. എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾ ദ്വാരം ഉണ്ടാക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ മേഴ്സൺ പൈപ്പ് അതിലൂടെ കടത്തി വിടണം. ആ ദ്വാരത്തിലൂടെ കടത്തി വിടണം. എന്നിട്ട് നിങ്ങൾ ആ പരീക്ഷണം ഒന്ന് ചെയ്ത് നോക്കൂ. വളരെ രസകരമായിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ജലവിധാനം പാലിക്കുന്നു. വാട്ടർ മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ലെവൽ. ഇനി നമ്മൾ ആ 2 പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എന്തിൻ്റെങ്കിലും മുകളിൽ വെച്ചാലും വാട്ടർ മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ലെവൽ. ജലം അതിൻ്റെ വിധാനം പാലിക്കുന്നുണ്ട്. നിങ്ങളത് ചെയ്ത് നോക്കണം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മരക്കഷ്ണം വെള്ളത്തിലിട്ട പരീക്ഷണങ്ങൾ ചെയ്യുകയാണ് മുബഷിറ. മരക്കഷ്ണം പൊങ്ങിക്കിടക്കുന്നത് കണ്ടല്ലോ. എല്ലാ വസ്തുക്കളും ഇതേപോലെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമോ? നമുക്കറിയാവുന്ന ചില വസ്തുക്കൾ വെള്ളത്തിലിട്ട് പരീക്ഷിച്ച് നോക്കൂ. നിരീക്ഷണം ശാസ്ത്രപുസ്തകത്തിൽ എഴുതണം. Mubashira is experimenting by putting a block of wood in water. You can see the block of wood floating. Do all substances float on water like this? Try the experiment putting some familiar objects in water. Write your observations in the science diary. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളുടെ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഒരു ബൗളിൽ വെള്ളം എടുക്കുക. എന്നിട്ട് അതിൽ നിങ്ങളുടെ വീട്ടിലുള്ള വസ്തുക്കളൊക്കെ ഒന്ന് ഇട്ട് നോക്കുക. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന വസ്തുക്കൾ കേട്ടോ, അതൊക്കെ ഒന്ന് ഇട്ട് നോക്കൂ. ഏതൊക്കെയാണ് പൊങ്ങിക്കിടക്കുന്നത്, ഏതൊക്കെയാണ് താഴ്ന്നു കിടക്കുന്നത് എന്ന് പട്ടികപ്പെടുത്തണം. ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നവ ഏതൊക്കെയാണ്? തടി എന്ന് പറഞ്ഞാൽ മരക്കഷ്ണം, വുഡ്. പേപ്പർ, തേങ്ങ, പന്ത്, കർപ്പൂരം, മെഴുക്ക്. ഇതൊക്കെ എന്താണ്? ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നവയാണ്. ജലത്തിൽ താഴ്ന്നു പോകുന്നവ ഏതൊക്കെയാണ്? കല്ല്, മണൽ, ഇരുമ്പ് കഷ്ണം, നാണയം അല്ലേ? Objects that float on water: wood, paper, coconut, bowl, camphor, wax. Camphor എന്ന് പറഞ്ഞാൽ കർപ്പൂരം, വാക്സ് മെഴുക്. Objects that sink in water, അതായത് വെള്ളത്തിൽ താഴ്ന്നു പോകുന്നവ: സ്റ്റോൺ, സാൻഡ്, അയൺ പീസ്, കോയിൻ.
ഇത് കൂട്ടുകാരി ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ആട്ടോ. എല്ലാവരും ആക്ടിവിറ്റി ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ഹായ് പറയാനുള്ള കൂട്ടുകാരോടൊക്കെയും ഹായ് പറയാം. സാഹിലിന് ഒരു ബിഗ് ഹായ്, ഫിദിൻ ഷാന് ഒരു ബിഗ് ഹായ്, സഫിയുള്ളക്കും റെനക്കും ഒരു ബിഗ് ഹായ്, റിംഷാനക്കും അനുഷ അശോകനും ഒരു ബിഗ് ഹായ്, കല്യാണിക്ക് ഒരു ബിഗ് ഹായ്, റസിയക്കും ഫാത്തിമ സനിക്കും ഒരു ബിഗ് ഹായ്, സൂര്യകിരണ് ഒരു ബിഗ് ഹായ്. ഹായ് പറഞ്ഞ എല്ലാവർക്കും ബിഗ് താങ്ക്സ്. ക്ലാസ്സൊക്കെ ഫോളോ ചെയ്യുക. എല്ലാവരും നന്നായി പഠിക്കുക കേട്ടോ. നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.